അസ്സലാമലൈക്കും മക്കളെ, എന്തൊക്കെ വർത്താനങ്ങൾ. നമ്മളെ ലേഖത്തിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഈ വരുന്നത്. മൂന്നാമത്തെ ഭാഗം കൂടി ഇതോടുകൂടെ ലേഖം വിറകിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കണു. അപ്പോൾ ഇതിൽ എല്ലാതും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കണു. എന്നാലോ ഞാൻ എല്ലാതും ഉൾപ്പെടുത്തിയിട്ടുമില്ല. എല്ലാതും ഒരുവിധമൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഞാൻ ഇതിലൊക്കെ എന്തൊക്കെ ചേർത്തിക്കണം നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഇന്ത്യയൊക്കെ നിങ്ങൾ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരുവിധമൊക്കെ ഞാൻ കാണിച്ചു തരും വേണം. എന്നാലോ വേറെയുള്ള കച്ചവടക്കാർ കാണാതിരിക്കും വേണം. അതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തിയ സാധനങ്ങൾ പറയാത്ത വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കണു. നമ്മളെ മരുന്നുകളും നമ്മളെ കണ്ടൻറ്റും അത് വേറെ ആൾക്കും കൂടി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നാലോ നിങ്ങൾ ഇഞ്ചേക്കുന്ന സാധനം വാങ്ങണവർക്ക് ഇതിലെന്തൊക്കെ കൂട്ടിയിട്ടാണെന്നില്ല നിങ്ങൾക്ക് വീഡിയോ സഹിതം കാണും വേണമല്ലോ. അതിനില്ല ഞാൻ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിലൊന്ന് പറയണേ. അതേപോലെ ലൈക്കും കമൻറ്റും കൊടുക്കണം കേട്ടോ. നമ്മൾ വീഡിയോ കുറേ ആളെ മുന്നിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്കും കമൻറ്റും നിർബന്ധമാണ്. അപ്പോൾ വീഡിയോ കാണുമല്ലോ ആദ്യം ലൈക്കൊന്ന് തൊട്ടെടുക്കുക, അതേപോലെ തന്നെ ഒരു കമൻറ്റ് ഇട്ടുകൊടുക്കുക കേട്ടോ. നമ്മളെ വീഡിയോ കണ്ടുകാണ്ട് ഓർഡർ തന്ന എല്ലാ താത്താമാർക്കും കാക്കാമാർക്കും എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. കാരണം നമ്മളെ വീഡിയോ കണ്ടിട്ടാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കണ്ട സാധനം എത്തി കിട്ടിയിട്ടും തന്നെ തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോലുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് വാങ്ങിയോല് കമൻറ്റിലൊന്നും ഇടിട്ടോ. ഞങ്ങൾ വാങ്ങി എന്താ നിങ്ങളെ അഭിപ്രായം എന്താ വെച്ചാൽ സത്യമായിട്ട് വിട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, താത്ത നിങ്ങളെ ലേഖം ആദ്യം കിട്ടിയിട്ട് കുട്ടികളെ ലേഖം ഇല്ലാതെ കിട്ടിയാൽ ഞങ്ങൾക്ക് തിന്നാൻ കിട്ടൂല, അപ്പോൾ കുട്ടികളെ ലേഖം കൂടി കൂട്ടത്തിൽ അയക്കുമെന്ന് പറഞ്ഞോലുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നല്ല 4 ദിവസം കൊണ്ട് മറ്റേ വീഡിയോ വരും, കുട്ടികളെ ലേഖം വരകണത്. അതിൽ നമ്മൾ വരുന്നത് ക്യാരറ്റിൻ്റെ നീര്, ബീട്രൂട്ടിൻ്റെ നീര്, അതേമാതിരി തന്നെ ഒരുപാട് ആയുർവേദ മരുന്ന് കടിത്തും കുട്ടികൾക്ക് പറ്റണ മരുന്നുകൾ കേട്ടോ. വലിയവർക്ക് പറ്റണ മരുന്നല്ല. ബ്രഹ്മി, ശതാവരി, അതേപോലെ നെല്ലിക്ക, താണിക്ക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അരിയാറ്, വയമ്പ്, കായം അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് ആ ലേഹ്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അത് ഓർഡറിൽ വേഗം ഓർഡർ ആക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ചെമ്പൊന്ന് വാടകയ്ക്ക് കൊടുന്നിക്കണു. അതിക്ക് ഉള്ളി ഒലുവും വേവിച്ചതാണ് ഈ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ എല്ലാ ഭാഗത്തേക്കും ചട്ടകം തട്ടേണ്ട രീതിയിലാണ് നമ്മളെ ഉരുളി. അല്ലെങ്കിലോ ഈ ഉരുളി കൊണ്ടാണ് നടക്കുള്ളൂ. കാരണം എല്ലാ ഭാഗത്തും ചട്ടകം തട്ടും വേണം. പിന്നെ അടി പിടിച്ചാനും പാടില്ല. ഒരു പാകത്തെ തിജി അതിന് പറ്റുള്ളൂ. ഓവർ തീ പറ്റൂല. എന്നാൽ തിജി പറ്റേണ്ട സമയമുണ്ട്, പറ്റാത്ത സമയമുണ്ട്. പിന്നെ അതിൻ്റെ മൂപ്പും ഭാഗത്തിനൊക്കെ മട്ടത്തിലായി കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ഉരുളി തന്നെ വേണം. അതെടുത്തിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ പാരുന്നത് ഉള്ളി ഒലുവും വേവിച്ചതാണ് കേട്ടോ. പിന്നുള്ളത് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കഷായമാണ്. കുറുന്തോട്ടില്ലാത്ത കഷായമല്ല നിങ്ങൾ പറയുന്നത് കേട്ടിട്ടില്ലേ. ആടിലേഹം വരുമ്പോൾ അതിക്ക് നല്ലൊരു കഷായം നിർബന്ധമാണ് കേട്ടോ. അതാണ് ഇപ്പോൾ ഈ വെച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതും തന്നെ കുറേ ദിവസം തിളപ്പിച്ച് അതിൻ്റെ എസെൻസാണ് കേട്ടോ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്തത് നമ്മളെ ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. രക്തം ഉണ്ടാകാനും നമ്മളെ ശരീരത്തേക്ക് ഗ്ലാമർ ഉണ്ടാകാനും മുഖം മിനുസാവാനും എല്ലാത്തിനും പറ്റുന്ന സാധനമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ലേഹ്യം ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, പ്രസവിച്ചാത്ത കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല. പ്രസവിച്ച് കിടക്കണവർക്കും അതേമാതിരി ഒരു 10-15 വയസ്സ് കഴിഞ്ഞ ആണുങ്ങൾക്കൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ആക്കിക്കോളിയും. ഒരു മടിയും കരുതണ്ട. അവർക്ക് 2 കൂട്ടക്കാർക്കും ആരോഗ്യത്തിനും എല്ലിനും മുള്ളിനും ബലം ഉണ്ടാവാനും നാഡീനരമ്പിന് ബലം ഉണ്ടാകാനും അങ്ങനെ എല്ലാത്തിനും പറ്റിയ മരുന്നുകൾ ഇതിലടങ്ങിയിരിക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മളെ നട്ട്സുകൾ അരച്ചതാണ് കേട്ടോ. എല്ലാ നട്ട്സുകളും കടലയും പിന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ ഈ ഒഴിച്ചു കൊടുക്കാൻ പോണതാണ് നമ്മൾ ആടിൻ്റെ സൂപ്പ് കേട്ടോ. ആടിൻ്റെ എല്ലാ എല്ലും ഭാഗങ്ങളും നല്ലോണം വെന്തൊടത്തി അതേപോലെ അതിൻ്റെ സൂപ്പാണ് കേട്ടോ എടുത്തുക്കണത്. ആ സൂപ്പിലാണ് നമ്മൾ ഈ ലേഹ്യം വരകണത്. ആ സൂപ്പാണ് ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അടുത്തത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ എള്ള് പൊടിച്ചതാണ് കേട്ടോ. അതിൽ നമ്മളെ എല്ലിനും മുള്ളിനൊക്കെ ബലം കിട്ടുന്ന സാധനങ്ങൾ അതിലുണ്ട്. അതേമാതിരി വിറ്റാമിൻ ഉണ്ട്, മുടി കൊഴിച്ചിന് പറ്റും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ സാധനമാണ് നമ്മൾ ഈ കറുത്ത എള്ള് കേട്ടോ. അതാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇട്ട് കൊടുത്തതാണ് നമ്മളെ ചതുപ്പ പൊടിച്ചത്. ചതുപ്പ ഊരവേദനക്കൊക്കെ നല്ലൊരു മരുന്നാണ് കേട്ടോ. ആ സാധനമാണ് ഈ ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് ചെറിയ ജീരകം പൊടിച്ചത്. ചെറിയ ജീരകത്തിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയതാണ് കേട്ടോ. ചെറിയ ജീരകമാണ് പിന്നെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ ഒഴിച്ചു കൊടുക്കുന്നതാണ് തുളസിൻ്റെ നീരും കഞ്ഞിക്കൂർക്കലിൻ്റെ നീരും കേട്ടോ. അത് രണ്ടും കൂടി ആണ് പിഴിഞ്ഞുകൊണ്ടാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മുമ്പത്തെ വീഡിയോസിൽ കണ്ടവരൊക്കെ അറിയാം, 2 തെങ്ങും പൂക്കുല അരച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്.
പിന്നെ ഇതിൽ ഒരുപാട് മരുന്നുകളും പൊടികളും കൂടി മിക്സ് ചെയ്ത് കണ്ടിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ വരുന്നത്. അത് ഇനി എന്തൊക്കെയാണെന്ന് ഞാൻ എണ്ണിപ്പുറക്കി ഇങ്ങോട്ട് പറയണില്ല. അതേപോലെ തന്നെ ഈ പൊടികളിലും അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മളെ റാഗി മുളപ്പിച്ചത്, തെന, ചാമ, അതേമാതിരി അതിനൊക്കെ ഒരളവുണ്ട്. ആ അളവിനനുസരിച്ച് ചേർത്തിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം കരിയാനും നന്നു, പിന്നെ പുകയും ജിജും ഇത്രയും മുതൽ മുടക്കിയ സാധനം നാസാകാനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ നെയ്യും എണ്ണയൊക്കെ കണക്ക് പാകാക്കിങ്ങാണ്ടാണ് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടി വരിക. വെള്ളം അതേപോലെ തന്നെ കേട്ടോ. വെള്ളം ഏറാനും പാടില്ല, കുറയാനും പാടില്ല. വെള്ളം ഏറിയാലും ബുദ്ധിമുട്ടാണ്, കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. തിജേറിയാലും ബുദ്ധിമുട്ടാണ്, കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത് കുകപ്പൊടി കലക്കിയതും അതേമാതിരി കൊടപ്പനപ്പൊടിയും ഈന്തും പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൻപുറത്ത് വീടുകൾ കൂടി ഉണ്ടാക്കണോരത്തുനിന്ന് വാങ്ങിയതാണ്. നമ്മൾ കടയിൽ നിന്ന് മരുന്ന് പിടിയിൽ നിന്ന് അങ്ങനെ വാങ്ങിയതല്ല കേട്ടോ. അപ്പോൾ ഓലേക്കെന്നാണ് ഇത് കൊടുക്കുന്നത്. കിലോ നല്ല വില കൊടുക്കും വേണം. അതേപോലെ തന്നെ അത് നല്ല സാധനമായിക്കാരം. വീട്ടിൽ കഴുകി ഉണക്കി പിന്നെ കട്ടൂറ്റി അതിൻ്റേതായ രീതിയിലേക്കാരം അത് ഉണ്ടാക്കിക്കുക. പിന്നെ കുഴപ്പനപ്പൊടിയൊക്കെ 7-12 പ്രാവശ്യമൊക്കെ വെള്ളം ഊറ്റിങ്ങാണ്ട് ക്ലിയർ ആക്കേണ്ടതുണ്ട്. അത് ഉണ്ടാക്കണവർക്ക് അറിയാം കേട്ടോ. അങ്ങനത്തെ പൊടിയൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ അടങ്ങിയിട്ടാണ് നമ്മൾ ഈ ലേഖം വരകണത്. അപ്പോൾ ബിസ്മി ചൊല്ലി അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടാവണേ, എൻ്റെ ബിസിനസ്സിൽ ബർക്കത്ത് ഉണ്ടാവണേ. അതേപോലെ ഇത് കരിയും പുകയൊന്നും ചിജാതെ പഠിച്ചോനെ ഇത് നാശമാകാതെ അള്ളാഹ് ഇത് ക്ലിയർ ആക്കി കൊണ്ടാന്നും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അടുപ്പ് ഞാനാണ് കത്തിച്ചിരിക്കണം കേട്ടോ. അള്ളാൻ്റെ അനുഗ്രഹത്തിലേ എല്ലാതും നടക്കുള്ളൂ. അതേപോലെ അള്ള കണക്കാക്കിയതേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വിശ്വാസമുള്ള ആളാണ് കേട്ടോ ഞാൻ. പിന്നെ അടുത്ത പരിപാടി കുറച്ച് റിസ്ക് എടുത്ത പരിപാടിയാണ്. ഈ തിജ്ജത്ത് നിന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ അളക്കാണ്ട് അതേപോലെ തന്നെ പൊട്ടിത്തെറിച്ച് കജുമക്കും കാലുമക്കും എണ്ണയും നെയ്യും വരുന്നൊരു പ്രായമുണ്ട്. അതേപോലെ തന്നെ പുകയോണ്ട് ഇമാതിരി ചൂടല്ലേ, നല്ല ചൂടും പുകയും. അതുകൊണ്ട് ഈ ഒരു ചൂടത്ത് നിന്നിട്ട് നമ്മൾ ഈ ചട്ടകം എല്ലാ ഭാഗത്തും കൂടിയും തട്ടണം. ഈ ചട്ടിൻ്റെ ഒരു ഭാഗം തട്ടി ഒരു ഭാഗം തട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് കരിയും, മറ്റേ ഭാഗത്ത് ശരിയാവും. അങ്ങനെ ആയിട്ട് കാര്യമല്ല. ഒരു ഭാഗം കരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാതും പോയിട്ടോ. പിന്നെ ഇത്രയൊക്കെ ചെയ്താലും ഒരു സന്തോഷം കൂടി ഉണ്ട്. നമ്മൾ മരുന്ന് വാങ്ങണ പീഡിയക്കാർ വരെ പറഞ്ഞു, താത്ത നിങ്ങൾ വരകണ ലേഖന ലേസം ഞങ്ങളെ പീടിയിൽ വെക്കാൻ തരുന്നു. കാരണം എന്താ വെച്ചാൽ വീട്ടിലുണ്ടാക്കിയ ലേഹമാണ് എല്ലാ കുട്ടികളും തിന്നണുള്ളൂ. അവർക്ക് അതാണ് വേണ്ടത്. ഞങ്ങളുണ്ടാക്കിയത് മരുന്ന് ഏറെയാണ്, ചൊയ വ്യത്യാസമാണ് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ട. അപ്പം ഞങ്ങൾ ഓർഡർ എടുത്ത് തരാം, ഞങ്ങൾക്കും തരും നിങ്ങൾ കുറച്ചൊന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മളെ ഓരൊരു ലാഭം എടുത്തിട്ടുള്ളല്ലേ നമുക്ക് തരിക. അപ്പോൾ അത് ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കണേ. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. പ്രസവിച്ച് കിടക്കണമല്ലൊക്കെ വീട്ടിലുണ്ടാക്കിയ ലേഹിയാണെങ്കിൽ തിന്നും, അല്ലെങ്കിൽ വാങ്ങിയതാകുമ്പോൾ ഒരു ചൊയ്യും പുളിയൊക്കെ ഏറെയിക്കാരം. അപ്പോൾ ആർക്കും വേണ്ടി വരില്ല എന്നൊക്കെയാണ് ആ വൈദ്യരഞ്ഞോട് പറഞ്ഞത്. അപ്പോൾ വൈദ്യരുടെ നിർദ്ദേശപ്രകാരമുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മളിതിൽ ചേർത്തിക്കണത്. അപ്പോൾ ഓർക്ക് കൊടുക്കണതിനെ കുറിച്ച് ഞാൻ പിന്നെ പറയാമെന്നാണ് പറഞ്ഞിരിക്കണം. ഞാൻ കൊടുത്തിട്ടില്ല. അതിനുള്ള ഓർഡർ നമ്മൾ കുറച്ചോളമല്ല ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ലേഖം വരകിക്കണം കേട്ടോ. ലാസ്റ്റ് 2 കുപ്പി തേനും കൂടി ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിന് ആവശ്യക്കാരില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ. അതല്ല, നമ്മൾ ആവശ്യക്കാരുണ്ടെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. ആ സന്തോഷം ഞങ്ങളോടും ഷെയർ ചെയ്തു കേട്ടോ. ഇത്രയും കാണിച്ച നിങ്ങൾ എന്തേ തേങ്കുപ്പി പാരിനെ കാണിച്ചതിനോ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കണ്ട. കാരണം എന്താ വെച്ചാൽ അത് പാരിനെ ഞാൻ വീഡിയോമക്കും ക്യാമറമക്കും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊടുത്തം പൊടും. അതുകൊണ്ടാട്ടോ.